ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ മഗ്ദലക്കാരത്തി മറിയ യേശുവിന്റെ കല്ലറയുടെ മുമ്പിൽ എത്തി. പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. സ്വർഗത്തിൽ നിന്നൊരു ദൂതനിറങ്ങി കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റി. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 നാൾ കൊണ്ട് അതിനെ പണിയും. യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ശിഷ്യന്മാരോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാൻ വേണ്ടിയല്ല ദൂതനിറങ്ങിയതും കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റിയതും. പിന്നെയോ താൻ പറഞ്ഞ വാക്കുകളൊന്നും പാഴ്വാക്കല്ല എന്നുള്ള സാക്ഷ്യമാണ് അവിടെ നടന്നത്. ദൂതനിറങ്ങി മറിയോട് പറയാണ്, കല്ലറയ്ക്കകത്ത് കയറി നീ നോക്കുവിൻ, അവൻ പറഞ്ഞതുപോലെ അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന്. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരും. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ഇരിക്കുന്നവർ അവനെ എതിരേൽപ്പാൻ മേഘാരൂഢത്തിൽ എടുക്കപ്പെടും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞ വാക്കൊന്നും പാഴ്വാക്കല്ല. അവൻ മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സാക്ഷ്യം ഇപ്പോഴും അവൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നെങ്കിൽ അവൻ പോയതുപോലെ തന്നെ കാത്തിരിക്കുന്നവരെ ചേർപ്പാൻ വീണ്ടും മടങ്ങി വരും. ഈ പകൽക്കാലം യേശു കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരാം. അവനെ കാത്തിരിക്കുന്നവരെ അവൻ ചേർക്ക് തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.